പണ്ട് എൻ്റെ അമ്മയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അമ്മ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടില്ല. 9ലും 10ലും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് അന്ന് അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ. അപ്പം അമ്മയുടെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അമ്മയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അടിക്കുന്നൊരു ടീച്ചറായിരുന്നു. നന്നായിട്ട് അടിക്കുമായിരുന്നു. 7ാം ക്ലാസ്സിൻ്റെയും 8ാം ക്ലാസ്സിൻ്റെയും ക്ലാസ് ടീച്ചറും അമ്മ തന്നെയായിരുന്നു. അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ നമ്മളെ കണക്ക് പഠിപ്പിക്കും. കണക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ പാടുള്ള സബ്ജക്റ്റാണ് കണക്ക്. ക്ലാസ് ടീച്ചറും അമ്മയായിരുന്നു, കണക്ക് ടീച്ചറും അമ്മ തന്നെയായിരുന്നു. അപ്പം അമ്മ ഈ കണക്ക് പഠിപ്പിക്കും. അന്ന് ഒരു രീതിയിലുള്ള ഒരു 2 കണക്ക് അമ്മ ബോർഡിൽ ചെയ്യും. എന്നിട്ട് പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അതുപോലുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്ത് ചെയ്യും? ആ ഹോംവർക്ക് കൊടുക്കും. അപ്പം എന്നിട്ട് ഒരു 5-6 ദിവസം കൂടെ 5-6 ദിവസം ഇന്നത്തെ കാര്യമില്ല പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. എന്നിട്ട് 5-6 ദിവസം സമയവും കൊടുക്കും. എന്നിട്ട് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറയും. ഒരു പ്രത്യേക ദിവസം വെച്ചിട്ട് പറയും ആ ദിവസം ബുക്ക് നോക്കും, അല്ലെങ്കിൽ ഹോംവർക്ക് ബുക്ക് വെക്കണമെന്ന് പറയും. ആ കുട്ടികൾ എന്ത് ചെയ്യും? കുറച്ച് ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഹോംവർക്ക് ചെയ്തുകൊണ്ട് വരും. പിന്നെ ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അമ്മ ഇതുപോലെ എന്ത് ചെയ്യുമോ? അമ്മ ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? തിരിച്ചു നിർത്തിയിട്ട് വള്ളിച്ചൂരിലുകൊണ്ട് പാൻ്റൊക്കെ വലിച്ചു പിടിച്ചിട്ട് ചന്തി അടിച്ച് പൊട്ടിക്കുമായിരുന്നു അമ്മ സ്കൂളിൽ. അന്ന് ഹോംവർക്ക് ചെയ്യാതെ എന്ന് കഴിഞ്ഞാൽ അടിച്ച് ചന്തി പൊട്ടിക്കുമായിരുന്നു അമ്മ സ്കൂളിൽ. അത് 7ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലുള്ള കുട്ടികളെ 4ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രമേ അമ്മ പഠിപ്പിച്ചുള്ളൂ കേട്ടോ. 8ഉം 9ഉം 10ഉം ഒന്നും അമ്മ പഠിപ്പിച്ചിട്ടേ ഇല്ല. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിച്ചിരുന്ന കുട്ടികളെയാണ് അന്ന് അമ്മ കൂടുതലും അടിച്ചിരുന്നത് കേട്ടോ. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലെയും ക്ലാസ് ടീച്ചറായിരുന്നു. അതുപോലെ പഠിക്കാതെ വന്നാൽ ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ പേടിച്ച് ചിലപ്പോൾ വരാന്തയിൽ ഇറക്കിയിട്ടായിരിക്കും അടിക്കുന്നത്. വരാന്തയിൽ വെച്ച് സത്യം എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അറിയില്ലെന്നല്ല, അമ്മയുടെ കയ്യിൽ നിന്ന് ഒരുപാട് അടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. വരാന്തയിൽ ഇറക്കിയിട്ട് അമ്മ തിരിച്ച് നിർത്തി അടിച്ച് ചന്തി പൊട്ടിക്കുമായിരുന്നു ഹോംവർക്ക് ചെയ്യാതെ ചെന്ന് കഴിഞ്ഞാൽ സ്കൂളിൽ. അങ്ങനെ അടിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അമ്മ. അത് ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അമ്മ സ്കൂളിൽ നിന്ന് അടിക്കുമ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുന്നത് എനിക്ക് ഭയങ്കര നാണക്കേടുള്ള കാര്യമായിരുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് തിരിഞ്ഞ് അടി വാങ്ങുക എന്ന് പറയുമ്പോൾ സ്കൂളിൽ ഭയങ്കര നാണക്കേടുള്ള കാര്യം. പക്ഷേ ഒരുപാട് തവണ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അമ്മയെ അടിച്ച് പൊട്ടിക്കുമായിരുന്നു, ചന്തി അടിച്ച് പൊട്ടിക്കുമായിരുന്നു സ്കൂളിൽ. അതുപോലൊരു ടീച്ചറായിരുന്നു അമ്മ. ഹോംവർക്ക് ചെയ്യാതെ ഇരുന്നാലോ, അതുപോലെ പഠിക്കാതിരുന്നാലോ, അല്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്താലും ഒക്കെ ഇതുപോലെ അടിക്കുമായിരുന്നു. അടിച്ചത് പൊട്ടിക്കും, ചന്തി അടിച്ച് പൊട്ടിക്കുമായിരുന്നു സ്കൂളിൽ. അങ്ങനെ അടിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അത് ഒരുപാട് 3-4 5 6 അടിക്കത്തില്ല, മാക്സിമം 3 അടി, അല്ലെങ്കിൽ അങ്ങേറ്റം 4 അടി. പക്ഷേ 4 അടി അടിച്ചു കഴിഞ്ഞാൽ അമ്മ ചമ്മയുടെ ചൂരവഴി കൊണ്ട് അന്നത്തെ കാലത്ത് 4 അടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ആ തെറ്റൊരിക്കലും ആവർത്തിക്കില്ല. അതുപോലെ ഇന്നത്തെ കാലമല്ല കേട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു. ഇന്നൊന്നും ആപ്ലിക്കബിൾ അല്ല, ഒന്നും പോസിബിൾ അല്ല.